അങ്ങനെ നമ്മുടെ കാശ്മീർ യാത്രയിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ജമ്മുവിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏകദേശം 4 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. ശ്രീനഗറാണ് ശരിക്ക് ജമ്മു കാശ്മീരിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ ഓരോ ദിവസവും സൈറ്റ് സീയിങ് പോവുക ഓരോ പ്ലേസിലോട്ട്. അങ്ങനെ യാത്ര കുറച്ചങ്ങോട്ട് പോയി തുടങ്ങിയപ്പോഴാണ് റോഡിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത്. ആദ്യം ചെറിയ രീതിക്ക് റോഡ് സൈഡിലുള്ള മരത്തുമ്മ പൊടികൾ മാത്രമേ കണ്ടുവരുന്നുള്ളെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടു തുടങ്ങിയത്. ജമ്മുവിലുണ്ടായ കഴിഞ്ഞ മണ്ണിടിച്ചിൽ അവിടുത്തെ റോഡ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ എന്നൊക്കെ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളെങ്കിൽ കൂടി മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് കൂടെ പോണത് ആദ്യമായിട്ടാണ്. അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. വലിയ വലിയ പാറക്കല്ലുകളൊക്കെ റോട്ടിലേക്ക് ഇപ്പോൾ വീഴുന്നു പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെ കിളി ശരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരിലോട്ട് ഇപ്പോൾ ആരെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ റോഡ് അവോയ്ഡ് ചെയ്യുക. ബൈ ഫ്ലൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ട് ട്രെയിനോ നോക്കാവുന്നതാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കാശ്മീരിലോട്ട് പെട്ടെന്നുണ്ടായ ട്രിപ്പായ കാരണം ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ഒന്നും അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈ റോഡ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് 4 മണിക്കൂറിനായിരുന്ന ഞങ്ങളുടെ യാത്ര 9 മണിക്കൂറായി. അങ്ങനെ ബ്ലോക്ക് തീരാൻ വേണ്ടിയിട്ട് റമീസ്ക്കൊക്കെ രംഗത്തിറങ്ങേണ്ടി വന്ന് അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ബ്ലോക്ക് 4 മണിക്കൂറായി കിട്ടി. തളരരുത് രാമൻകുട്ടി, തളരരുത്. പിന്നെ അങ്ങോട്ട് നല്ല റോഡ് കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസം കിട്ടിയത്. രാവിലെ വണ്ടി കയറിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഒരു ഹോട്ടലിൽ നിർത്തി. നല്ല വിശക്കണോണ്ടെന്നറിയില്ല, അവിടുത്തെ ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. അങ്ങനെ പിന്നെയും ഞങ്ങൾ ശ്രീനഗറിലോട്ടുള്ള യാത്ര ആരംഭിച്ച്. അങ്ങനെ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് നീച്ചതിന് ശേഷം ഞങ്ങൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. വലിയ വലിയ മലകളും ചെറിയ നദികളും തുരങ്കത്തിലൂടെയുള്ള യാത്രയും അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡ് വന്നത് ഏതായാലും നന്നായെന്ന് തോന്നി. പക്ഷെ മുന്നത്തെ ബ്ലോക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഈ റോഡ് വരേണ്ടതിലാണെന്ന് തോന്നുന്നുണ്ട്. 4.5 മണിക്കൂറാണ് ഞങ്ങൾ 5 കിലോമീറ്റർ ബ്ലോക്കിൽ കിടുന്നത്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആ സങ്കടമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ 100-200 മീറ്റർ പോകുമ്പോഴും ഇതുപോലത്തെ പട്ടാളക്കാരെ നമുക്ക് കാണാൻ കഴിയും. കാശ്മീരിൽ മുന്നേ നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൂടി പെഹൽഗാമിലുണ്ടായ അവസാനത്തെ ഇൻസിഡന്റിന് ശേഷം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഈവനിങ് ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ ശ്രീനഗർ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീനഗർ എത്തിയ പാടെ തന്നെ ഞങ്ങളൊരു ഗസ്റ്റ് ഹൗസ് ആണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസിനാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗസ്റ്റ് ഹൗസ് കിട്ടിയത്. ഒരാൾക്ക് ഒരു ദിവസത്തിന് 200 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാമിലിക്കൊക്കെ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അത്യാവശ്യം നീറ്റ് ആയിരുന്നു, ബാത്റൂം ആണെങ്കിലും റൂമാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനും ചെറിയ രീതിക്ക് വൈബ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അങ്ങനെ ഫുഡ് കഴിക്കലും വൈപ്പടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ വന്ന്. ബ്ലോക്കിലൊക്കെ പെട്ടതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ബാക്കി കാശ്മീരിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബായ്.